ഇടത് പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇതിൽ രാഷ്ട്രീയ ആരോപണമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. ഈ ഒരു വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു രാഹുൽ. ഈ സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ്, തനിക്കെതിരായ വേട്ടയാടൽ എന്നാണ് രാഹുൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? നീലിമ, ഈ രാഹുൽ മാങ്കണ്ടത്തിന് ആദ്യം അദ്ദേഹം ചോദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കാസർഗോഡ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? രാഹുൽ ചെയ്തതെന്ന് പറയുന്നത് വടി കൊടുത്ത് അടി വാങ്ങിച്ചു അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താണ് കാര്യം? അതിജീവിതയെ പ്രകോപിച്ചു. എവിടെ ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർ കൂടി നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ലേ? എന്നിട്ട് എന്തിനാണ് പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ കേസുണ്ടോ? അത് ഏത് കേസാണ്? അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കൂടെ കൊടുക്കണ്ടേ? അങ്ങനെ പ്രകോപിച്ച് ഈ അതിജീവിതയെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? അത് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിനെതിരെ. അങ്ങനെയാണോ? അങ്ങനെ അല്ലല്ലോ. ഇദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടിയല്ലല്ലോ, പല പെൺകുട്ടികളും ഇദ്ദേഹത്തിനെതിരെ കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ, പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്? ഇപ്പം നമ്മളെ കേരള ഗവൺമെൻറ് വിജിലൻസ് കേസെടുത്തപ്പോൾ എന്താണ് അവിടെ അവർ പരാതിക്കാരില്ല. കാര്യം എന്ന് വെച്ചാൽ ആ അതിജീവിതക്കൊക്കെ അവരെ കുടുംബങ്ങൾ നോക്കണം, ഈ സമൂഹം നോക്കണം. അപ്പോൾ അവർക്കൊന്നും പരാതിയില്ല. നോക്കൂ നീലിമെന്ന് ആലോചിച്ച് നോക്കണം. ഈ മാന്യൻ നമ്മളൊക്കെ GP ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് പൈസ കൈമാറാനാണ്. പക്ഷേ ഈ മാന്യം ചെയ്തത് എങ്ങനെയാണ്? മെസ്സേജ് കൈമാറാണ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനെ ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. കാര്യം ഇദ്ദേഹം ഒരു സൈക്കോ പേഷ്യൻ്റാണ്. കാര്യം ഒരു കുട്ടിയായിട്ട് ഇപ്പം നമ്മളെ BJPയുടെ വക്താവ് പറഞ്ഞ പോലെ ഇത് കേസൊക്കെ നമുക്ക് അബദ്ധമൊക്കെ പറ്റും. അത് ചെറുപ്പത്തിലെ ഒരു കുട്ടികളിയായിട്ടെന്നുള്ള. പക്ഷേ ഇത് നിരന്തരമായിട്ടല്ലേ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കോൺഗ്രസ് കുടുംബത്തിലെ ഒരു വീട്ടിൽ തന്നെ ഇദ്ദേഹം ഈ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ തന്നെ. ബഹുമാനപ്പെട്ട ഇപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല ഈ നടപടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. ഇപ്പം ഇന്നലെയല്ലേ അദ്ദേഹം പറഞ്ഞത്? ആണല്ലോ. നമ്മൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു, K മുരളീധരൻ എന്ന് പറയുന്നു. നോക്കൂ, ഇദ്ദേഹം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ചെറിയ കള്ളത്തനങ്ങൾ, ചെറിയ പരിപാടികൾ ഈ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ കാണിച്ചു. അതൊന്നും അന്ന് തട്ടിവിലക്കിയില്ല. ഇത് ചെറിയ കാര്യങ്ങളായി ഒരുപക്ഷെ കേരള പോലീസും കണ്ടിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ കളമശ്ശേരിയിലെ ഒരു പോക്സോ കേസ്, പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കേസ്, അതുപോലെ ഈ വെള്ളായണിയിൽ ഇതുപോലെ ഒരു പോക്സോ കേസ്, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ്, അങ്ങനെ നിരവധി പരാതികൾ ഈ സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ കൃത്യമായ ഇൻ്റലിജൻസ് സംവിധാനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് പ്രമോദ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ പോക്സോ കേസിനെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചാൽ, ഒരു വിവരം ലഭിച്ചാൽ വളരെ കൃത്യമായി സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. അത് ഈ രണ്ട് സംഭവങ്ങൾ പുറത്തു വന്നിട്ടും അത് ഔദ്യോഗികമായി ആരും പരാതി നൽകണമെന്നില്ല ഇക്കാര്യത്തിൽ. ഇത്തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ തന്നെ അതിൽ ഒരു നടപടി പോലും ഉണ്ടായില്ല. അപ്പോൾ കേരള പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി ഈ ആരോപണങ്ങൾ വീണ്ടും പൊതുമണ്ഡലത്തിൽ ഉയരുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിജീവിത പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ അപ്പോഴും വളരെ കൃത്യമായി പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു രാഹുൽ. അവിടെ കണ്ണാടിയിൽ നിന്ന് പോയ രാഹുൽ എവിടെയാണെന്ന് തിരിച്ചറിയാൻ പോലും കേരള പോലീസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സംരക്ഷണം രാഹുലിന് കേരള പോലീസ് ഒരുക്കുകയാണോ എന്നല്ലേ സംശയിക്കേണ്ടത്?
അതെങ്ങനെ നീലിമ പറയുന്നത്? ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റൂ. ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ, ഒരു മൊഴി രേഖപ്പെടുത്താതെ അല്ലെങ്കിൽ കേസ് FIR ഇടാതെ എങ്ങനെയാണ് ഒരു പ്രതിയെ പിടിക്കപ്പെടുന്നത്? ആ കേസ് രജിസ്റ്ററായി വന്നാൽ മാത്രമേ ഒരു പ്രതിയെ പിടിക്കാനുള്ള ഇതുവരെയുള്ളൂ. FIR ഇട്ടിട്ട് ഇപ്പോൾ എത്രയോ മണിക്കൂറുകളായി.